ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാൾ ഡെക്കർ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതുപോലെ ഒരു കാർഡ്ബോർഡും പിന്നെ ഇതുപോലെ കുറച്ച് ഇലകളും പൂക്കളൊക്കെ വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാം. അപ്പോൾ കാർഡ്ബോർഡ് ഒരെണ്ണം വേണം. അപ്പോൾ അധികം കട്ടിയുള്ളതില്ലെങ്കിലും സാരില്ല, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. കേക്ക് ബോർഡാണെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അപ്പോൾ നമുക്കിത് മേലെ ഒട്ടിച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. പക്ഷേ ഇതുപോലെ സ്റ്റാപ്ലർ അടിക്കുമ്പോൾ അധികം കട്ടിയില്ലാത്തതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചാമ്പയുടെ ഇലയാണ്. ചാമ്പയ്ക്ക് ഉണ്ടാവണ മരുലി അതിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റാപ്ലർ വെച്ചിട്ട് ഇതിന് ചുറ്റും അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ചാമ്പയുടെ ഇലയില്ലെങ്കിൽ ഇപ്പോൾ ചെമ്മിപ്പുളിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇലയിൽ, ചെമ്മിപ്പുളി എന്ന് വെച്ചാൽ ഇരുമ്പമ്പുളിയുടെയൊക്കെ ചെറിയ ഇലയുള്ളതില്ലേ, അങ്ങനെ എന്തിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അധികം വലുതല്ലാത്ത നല്ല അത്യാവശ്യം വലുതായിട്ടുള്ള ഏതെങ്കിലും എടുത്തിട്ട് വെക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കണം എന്നില്ല, നേരെ വെച്ചാലും ആ ഒരു ഷേപ്പ്, ആ ഒരു കൂർത്തിരിക്കുന്ന പോലെ കിട്ടും. അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇത്തിരി ക്യൂട്ട്നെസ് തോന്നും, അതുപോലെ ഇത്തിരി ഒതുങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ വെച്ചത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യുക. ഇതും നമുക്ക് ചെറിയ ചാമ്പടയിലേക്ക് ആണെങ്കിൽ നിവർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് എല്ലാം ഒന്ന് അടിച്ചെടുക്കാം. നമുക്കിത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടാനായിട്ട് ഇത്തിരി പ്രയാസം ഉണ്ടാകും. പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സെല്ലോ ടേപ്പാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ഇതെന്ന് പറയുന്നത് കാക്കാപ്പൂവാണ്. നിങ്ങൾക്ക് പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. എൻ്റെ വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ വെച്ച് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൂക്കൾ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ പൂക്കൾ വെച്ചിട്ട് ഇതേപോലെ ചുറ്റൊന്ന് അലങ്കരിക്കുകയാണ്. ഇതൊക്കെ പറമ്പിലുണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആ ഒരു തരത്തിലുള്ളതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയാണ്. ഇതെന്ന് പറയുന്നത് കമ്മൽ ചെമ്പരത്തി എന്ന് പറയും ഇതിനെ. അപ്പോൾ മറ്റേ ചെമ്പരത്തിയുടെ ഇതിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുത്തോ. ഇത് മുമ്പ് ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകെ ഒരു ചെറിയൊരു മരം മാത്രമേ ഇതിൻ്റെ ഉള്ളൂ. അപ്പോൾ അതുമേന്ന് എടുത്തതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് വേണം നമുക്കിത് പശ ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഈ വരുന്ന 7-ാം തീയതി നാസിയയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നാസിയ, എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ പറയുമെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ പറഞ്ഞത്. ഒക്ടോബർ 7-ന് വീഡിയോ ഉണ്ടെങ്കിൽ അന്നും വിഷ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നത് വർഷ, വിശാലും നികിതയുമാണ്. അപ്പോൾ 2 പേർക്കും ഒരു ബിഗ് ഹായ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ശംഖുപുഷ്പമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലൂ കളർ ശംഖുപുഷ്പമാണ്. അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ച് വെക്കുകയാണ്. 4 എണ്ണം ഉണ്ട്. 4 എണ്ണവും ഇതുപോലെ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ ആ പൂക്കളൊക്കെ വെച്ച് ചെയ്താൽ മതി. ഇനി ഇത് തന്നെ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ചെയ്യാണ്ടിരിക്കണ്ട. അപ്പോൾ നമുക്ക് സ്റ്റേജ് ഡെക്കറേഷനും അതേപോലെ നമുക്ക് വീടൊക്കെ ഒരു ദിവസത്തേക്കൊക്കെ അലങ്കരിക്കാനൊക്കെ ആയിട്ട് ഇത് മതി. ഇപ്പോൾ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ആണെങ്കിലും മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ അലങ്കരിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലെ ചെറിയ പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേറെ ദോഷകരമായിട്ടുള്ള സാധനങ്ങളൊന്നും അതിനകത്തില്ല. ആകെ കുറച്ച് സ്റ്റാപ്ലറും കുറച്ച് പശയും നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നിത്യകല്യാണി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിനൊരു വെള്ള കളറായിരിക്കും. ഇതിനൊക്കെ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഐഡിയ മെയിനായിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ഇല കൂടി പറിച്ചെടുത്തത് കൊണ്ട് ഞാനത് ഇതേപോലെ വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ പുറത്തോ അങ്ങനെ എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ 4 എണ്ണം വെച്ച് കൊടുക്കുകയാണ്. 4-5 എണ്ണമൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ അവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ലായും കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. പക്ഷെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാം. ട്രൈഡ് പിക്ക് അയക്കാനുള്ള മെയിൽ ഐ ഡിയും ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരും അയക്കുക. എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു ഇൻസ്റ്റയിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ അയച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായ ആര്യ അയച്ചെന്ന ട്രൈഡ് പിക്ക് നമുക്ക് കാണാം. ഇതാണ് ആര്യ ചെയ്ത വർക്ക്. നമ്മൾ തീപ്പെട്ടിയുടെ ആ ഒരു പെട്ടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഐഡിയ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്